ആരപ്പോ ഇതൊക്കെ അയച്ചേക്കുന്നത്? അല്ല പ്രയോജനമുള്ള ഒരെണ്ണം കാണുമോ? ബാങ്ക് ഓഫ് അമേരിക്ക. ലിസമോ കിട്ടിയടി. ആണ്ട്രി അവര് കമ്പനിയിൽ നിന്ന് ബോണസ് അയച്ചേക്കുന്നു. ഒട്ടും പ്രതീക്ഷിച്ചല്ല, $1000 ലോട്ടറി അടിച്ചു നമുക്ക്. God is good. All the time. നമ്മുടെ ഡ്രയർ പോയിട്ട് 2 മാസമായി. നമുക്ക് ഈ പൈസ കൊണ്ട് ഡ്രയർ വാങ്ങിക്കാം. എന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ദൈവമായിട്ട് തന്ന പൈസയത്. എന്റെ ലിസമേ, നിന്റെ ഒരു ഡ്രയർ പോയാനല്ല ഞാൻ നിനക്ക് 2 ഗരാജിലും 2 പുറത്തും കേട്ടി തന്നേക്കുന്നത്. എടി വെയിലാണെങ്കിൽ വെളിയിലിട്ട് ഉണങ്ങണം, മഴയാണെങ്കിൽ ഗരാജിലിട്ട് ഉണങ്ങണം. ഇനി അത് തന്നെ ഇതൊക്കെ എന്തുമാത്രം കറണ്ട ചെലവാകുന്ന അറിയാമോ? തുണിയുടെയൊക്കെ നല്ല ക്വാളിറ്റി നിലനിൽക്കണമെങ്കിൽ നമ്മളത് നാച്ചുറലായിട്ട് വേണം തുണിയൊക്കെ ഉണങ്ങാൻ. ഈ പൈസക്ക് നമുക്ക് പുതിയൊരു TV വാങ്ങിക്കാം. അതായിപ്പോൾ അത്യാവശ്യം. എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ LCD TV-യാണ്. നമ്മുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഈ കൊച്ചൊരു TV. ഞാനൊരു പുതിയ TV വാങ്ങാൻ തീരുമാനിച്ചു. ആയുഷ്കാലം മുഴുവൻ ചുമക്കാനുള്ള കൃപ തരണേ. നീ വല്ലതും പറഞ്ഞായിരുന്നോ? TV ചുമക്കാൻ ആളെ കിട്ടുമെന്ന് ചോദിക്കുവായിരുന്നു. വന്നു ഈ പേപ്പറിലൊന്നും ഇപ്പൊ ഒരു ന്യൂസും ഇല്ലെന്നായേക്കുക. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പരാമർശം നീക്കി. സർക്കാർ വെട്ടിലായി. കേരളത്തിന് ക്ഷീണവും. ആരുടെ ബെല്ലടിക്കുന്നുണ്ട്, ഞാൻ നോക്കട്ടെ ആരാന്ന് കേട്ടോ. വിക്ടറെ നമസ്കാരം. വാ കയറി വാ. എന്തുകൊണ്ട് വിശേഷം? വാ 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 ഇരിക്കുക. എന്തുകൊണ്ട്? നമ്മുടെ ആ ക്രിക്കറ്റ് പിച്ചിൻ്റെ കാര്യമേ അതൊക്കെ ഒന്ന് ശരിയായി വന്നു. കാരണം കൗണ്ടിയുടെ പെർമിഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം പട്ടേൽ പറയുന്നത് അവന് പിച്ച് ചെയ്യാനായിട്ടൊരു 2000 രൂപയുടെ എസ്റ്റിമേറ്റ് അവൻ തന്നിട്ടുണ്ട്. നമ്മൾ ഉള്ളവരെല്ലാം കൂടെ പിരിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു എമൗണ്ട് ഞാൻ വിക്ടറിൻ്റെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ തന്നെയല്ല, ഞാൻ ഇതിൻ്റെ മലയാളീസ് അസോസിയേഷൻ്റെ നമ്മുടെ ആ ഓണാഘോഷ പരിപാടി അതിൻ്റെ കാര്യവും ഒന്ന് പറയണമായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം നമ്മുടേതായിട്ട് ഇപ്രാവശ്യം ഒന്ന് അവതരിപ്പിക്കണം. അത് നിങ്ങളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇതാ എൻ്റെ ഒരു കുഴപ്പം. ഇതാണ്, ഞാൻ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുവിശ്വാസികളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ അങ്ങ് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ വലിയ പാടാ. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, വ്യക്തിന് ഒരു ചാൻസ് കിട്ടുന്നേ ഇല്ല. എന്താ മുഖം എന്താ അല്ലായിരിക്കും? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജോർജ് ബ്രദറെ, ഞാനല്പം പ്രയാസത്തിൽ കൂടി പോവുക. ഒരാഴ്ച മുന്നേ എൻ്റെ ജോലി പോയി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ജോലിയില്ലാതിരിക്കുക. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ 6 പേരാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഞാനൊരാൾ മാത്രമേ നിക്കോസാരനായിട്ടുള്ളൂ. എന്ത് പറയാൻ, അവർ എന്നെ മാത്രം അതിന് പറഞ്ഞു വിട്ടു. അയ്യോ, ചിലപ്പോൾ വിചാരിക്കും ദൈവം പോലും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന് വിചാരിക്കും. അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻ്റ് കഴിഞ്ഞ ആഴ്ച കൊടുക്കേണ്ടതായിരുന്നു. ഇപ്പം ഒരാഴ്ച കഴിഞ്ഞു ഡ്യൂ ആയിട്ട്. വേറെ ഇച്ചിരി അത്യാവശ്യങ്ങളും കൂടെ ഉണ്ട്. ഞാൻ ഒത്തിരി ചിന്തിച്ചു. അപ്പം ജോജി ബ്രദറിൻ്റെ മുഖം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എനിക്ക് വേറെ ആരോടും ചോദിക്കാനായിട്ടൊരു താല്പര്യമില്ല. ഒരു 2 മാസത്തേക്ക് ഒരു $1000 ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു. എൻ്റെ ബ്രദറെ, കഴിഞ്ഞ ആഴ്ചയായിരുന്നെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. ഇതിപ്പം ഒരു അത്യാവശ്യം വന്ന് ഞാൻ ഇച്ചിരി പൈസ മറിച്ച് വെച്ചിരിക്കുക. സാരമില്ല, നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നുണ്ടെന്ന് ബ്രദറെ ധൈര്യമായിട്ടിരിക്കും. ഈ കഷ്ടപ്പാടുകളൊക്കെ ദൈവത്തോട് അടുക്കാനുള്ള ചെറിയ ചെറിയ മുഖാന്തരങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നും ബ്രദർ കൂടുതൽ വറി ചെയ്യണ്ട. എൻ്റെ ബ്രദറെ, ഒരു വഴി അടയുമ്പോണ്ടല്ലോ വേറെ 7 വഴി ദൈവം നമുക്ക് വേണ്ടി തുറക്കും. അതെവിടാന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സഹായിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ ചെവി മന്ദമായിട്ടില്ല. ഇതല്ലേ നമ്മൾ വായിക്കുന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ബ്രദർ ധൈര്യമായിട്ടിരിക്കേ. ബ്രദറിൻ്റെ ട്രേഡ് എന്താന്ന് പറഞ്ഞേ? നമ്മുടെ ആ കുഞ്ഞമ്മച്ചായൻ്റെ ജോലിയിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു.
ബ്രദർ ഒരു കാര്യം ചെയ്യും, ആ റെസ്യൂമെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് അതിങ്ങോട്ടൊന്ന് അയച്ചേ. നമുക്ക് ഒരുമിച്ച് പോയി പുള്ളി ഒന്ന് കാണാം. പുള്ളി ഒരു നല്ല മനുഷ്യനാണ്, നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്യാതിരിക്കത്തില്ല. എന്നാ ബ്രദറെ ഞാനെന്നാ ഇറങ്ങട്ടെ. ബ്രദറെ ചായ കുടിച്ചിട്ട് പോകാം നമുക്ക്. ഇപ്പം വേണ്ട, പോയിട്ട് ഇച്ചിരി അത്യാവശ്യം. ഓക്കെ ആയിക്കോട്ടെ. ആ ശരി ബ്രദറെ, കാണാം എന്നാലും. ശരി, ഓക്കെ ഓക്കെ. നിങ്ങളുടെ പൈസ കയ്യിലിരിപ്പില്ലായിരുന്നു 1000 രൂപ. കൈ കാശ് വെച്ചുകൊണ്ട് എന്തിനാ കള്ളം പറഞ്ഞു? ആ പാവം മനുഷ്യന് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ഇനി അതിപ്പം നമ്മൾ തന്നെയല്ലല്ലോ ഈ ചർച്ചയിൽ പൈസ ഉള്ളവര്, ഒത്തിരി പേരുണ്ടല്ലോ. പുള്ളി വേറെ ആരുടെ എന്തെങ്കിലും വാങ്ങിക്കും, അവരൊക്കെ കൊടുക്കട്ടെ. എല്ലാവരും സഹായിക്കുമല്ലോ പുള്ളിയെ. ലിസമ്മോ ഒന്ന് ഹെൽപ്പ് ചെയ്തേണ്ട, അവരെ ആ TV കൊണ്ട് വെച്ചിട്ട് പോയി വെളിയിൽ. എന്തോ വലിയ TV ആയത്. ഇതാണ് TV എന്ന് പറയുന്നത്. പിടി. ചെറിയ സ്ക്രൂ വന്നു. കളിക്കുന്നോളാം, കറണ്ട് അടിക്കും പറഞ്ഞാൽ കെട്ടച്ചു പോടി. കേട്ടാ, ബൈ ബൈ. അയ്യോ, അയ്യോ അയ്യോ കാണിക്കുന്നേ. അയ്യോ, ഞാൻ വിചാരിച്ചു കറണ്ട് അടിച്ചാണ്, അതുകൊണ്ട് ഞാൻ അടിച്ചത്. ആ സ്ക്രൂ അതിന്റെ അടിയിൽ പോയി, ഞാൻ അത് തപ്പുമായിരുന്നു. ചേച്ചി വേദന എടുത്തോ ചേച്ചോ? ഐസ് വല്ലതും വെക്കണോ? ഇച്ചിരി ഐസ് വേണം, ഇച്ചിരി വെള്ളം കൊടുത്താ എനിക്ക്.